അനശ്വരമായിരിക്കുന്ന പരമസത്യത്തെ, പരബ്രഹ്മത്തെ മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ നിന്ന് ആര് വിരമിക്കുന്നുവോ ആ ആളെ കൃപണൻ എന്ന് പറയും. മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ തലച്ചോറ്, മൃഗങ്ങളുടെ അല്ല. അതോടുകൂടി ജനിച്ച നമ്മളെല്ലാവരും ഈ പുറത്തു കാണുന്ന സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ച് നശ്വര ശരീരത്തെ നശ്വര സുഖഭോഗങ്ങൾ നൽകി നശ്വരത കൂടുതൽ പെരുകി വർദ്ധിച്ച് അവസാനം നശ്വര സന്താനങ്ങളെയും രചിച്ച് മടങ്ങി ഇവിടുന്ന് പോവാന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന് ചേരുന്നതല്ല. മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം അനശ്വര ലാഭം നേടുന്നതാണ്. ആ അനശ്വര ലാഭം ഉള്ളിൽ നിന്നാണ് വരിക, തത്വവിചാരത്തിൽ നിന്നാണ് വരിക, തത്വമനനത്തിൽ നിന്നാണ് വരിക, ധ്യാനത്തിൽ നിന്നും സമാധിയിൽ നിന്നുമാണത് കിട്ടുക. അതിന് പരിശ്രമിക്കാതെ പക്ഷികളെയും മൃഗങ്ങളെയും പോലെ ഐന്ദ്രിയ സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് അതിൽ രുചിയും സന്തോഷവും കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റാണെന്ന് അർജുനൻ ഇവിടെ പറയണത് എന്താ? നാരോ മൈൻഡഡ്നെസ്. എൻ്റെ മനസ്സ് സങ്കുചിതമാണ്, അതിന് വിസ്താരം പോരാ. അങ്ങ് കാണുന്ന കാഴ്ചപ്പാട് എനിക്ക് സ്വായത്തമോ സുഗമമോ ആകുന്നില്ല. അതുകൊണ്ട് കാർപ്പണ്യദോഷത്തിന് വിധേയനായിട്ടുള്ള ഞാൻ അത് പിടിപെട്ടതിനാൽ എൻ്റെ സ്വഭാവം കീഴടക്കപ്പെട്ടു. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. ആ കുറ്റം അല്ലെങ്കിൽ ആ കുറവ്, ഈ ബലഹീനത സമ്മതിച്ചുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. എന്ത്? ധർമ്മസമ്മൂഢചേതാഃ. ഗുരുനാഥനും ആചാര്യനും സൈന്യത്തലവന്മാരായി ശത്രുപക്ഷത്തിൽ നിൽക്കുന്നു. ആ ശത്രുപക്ഷത്തിലുള്ളവരെ എങ്ങനെ ഞാൻ നേരിടും? അവിടെ സൈന്യത്തലവന്മാർ ഗുരുവും മുത്തശ്ശനുമാണല്ലോ. എങ്ങനെയാ ഞാൻ നേരിടുക? അപ്പം എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച് പിടികിട്ടുന്നില്ല. ഇതിലേതാണ് ശരിയായിട്ടുള്ള ധർമ്മം? യുദ്ധം ചെയ്യുന്നതോ അതാണ് അങ്ങ് പറയുന്നത്? എൻ്റെ മനസ്സിലത് പൂർണ്ണ സമ്മതം കിട്ടുന്നില്ല. അപ്പം ഞാൻ സമ്മതിക്കണു എനിക്ക് കാർപ്പണ്യദോഷമുണ്ടെന്ന്. ആ ദോഷം നീക്കിത്തരാൻ വേണ്ടി അങ്ങയോട് യാചിക്കുന്നു. യശ്രേയസ്യാത്. എനിക്ക് എന്ത് ചെയ്താലാണ് ഈ സന്ദർഭത്തിൽ ശ്രേയസ് ഉണ്ടാവുക? നിശ്ചിതം ബ്രൂഹി തന്മേ. വളരെ ഉറപ്പിച്ച് സ്പഷ്ടമായി അസന്ദിഗ്ധമായി എനിക്ക് പറഞ്ഞു തരണം. ശ്രേയസ് ഉണ്ടാവാനുള്ള വഴി എന്താ? ഈ കൊടും ദുരിതമെന്ന് തോന്നുന്നതായ ഈ സന്ദർഭത്തിൽ പോലും അർജുനന് ശ്രേയസ് ഉണ്ടാവാൻ വല്ല വഴിയുമുണ്ടോ? ശിഷ്യസ്തേഹം. ഇതുവരെ കൃഷ്ണ ഞാൻ അങ്ങയുടെ ശ്യാലനായിരിക്കാം, ഇപ്പൊ ഞാൻ ശിഷ്യനായിരിക്കുക. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എന്നെ വേണ്ടതുപോലെ ഉപദേശിക്കൂ. അർജുനന്റെ കാര്യം മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? യുക്ത്യാമേ പ്രതിബോധിത. കൃഷ്ണൻ വേണ്ടതുപോലെ യുക്തിസഹമായി സംസാരിച്ചപ്പോൾ അർജുനന് കാര്യം മനസ്സിലായി. എൻ്റെ മനസ്സിന് ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്, അല്പത്തമുണ്ട്, അപകർഷതയുണ്ട്. ഈ ഭാവങ്ങളെ വിട്ട് ഉയരാനുള്ള വഴി എൻ്റെ കയ്യിലില്ല. അത് കൃഷ്ണ എനിക്ക് പറഞ്ഞു തരണം. അതെന്താ? ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അനാര്യജുഷ്ടം എന്ന്. അപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് അനാര്യജുഷ്ടമാകുമെന്ന് പറയുന്നു. അപ്പൊ ആര്യജുഷ്ടം എന്താ? യുദ്ധം ചെയ്യുന്നതാണ്. ആ ശ്രേഷ്ഠത എന്താ എന്ന് പറഞ്ഞു തരൂ. മുൻപ് ഞാനത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിൻ്റെ കരുത്തോടുകൂടി ഞാനിവിടെ വരട്ടെ. ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു കവചം ധരിച്ചുകൊണ്ടാണ്. ആ കവചം ശരീരത്തിനെ രക്ഷിക്കാനാണ്. എനിക്കൊരു ഉൾക്കവചം വേണം, അധ്യാത്മ കവചം. അതാണ് ശ്രേയസ് ഉണ്ടാവാനുള്ള വഴി. അതിനുള്ള വഴി പറഞ്ഞു തരൂ. ത്വാം പ്രപന്നം. അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു ശ്ലോകവും ഉദ്ധവൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്താ അത് ഉദ്ധവൻ പറഞ്ഞത്? നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. ഉദ്ധവന്റെ വിഷമം എന്തായിരുന്നു? കൃഷ്ണൻ പറഞ്ഞു, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. സ്വജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള സ്നേഹമെല്ലാം വിട്ട് എന്നെ മനസ്സിൽ നിർത്തി എല്ലായിടത്തും ഒരുപോലെ എന്നെ ദർശിച്ചുകൊണ്ട് ഉദ്ധവ ദ്വാരക വിട്ടു പോകൂ എന്നാണ് പറഞ്ഞത്. സാധിക്കുന്നില്ല എൻ്റെ പൊന്നു കൃഷ്ണ സ്വാമി. അങ്ങയുടെ മായയാൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു, ശരീരബന്ധുക്കളാണ് എൻ്റേത് എന്ന് വിചാരിക്കുന്നു. അത് വിട്ടു ഉയരാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ ഇടുക്കവും ഈ സങ്കുചിതത്വമാണ് എനിക്ക് വിഷമം.
അത് വിട്ടു ഉയരാൻ പറ്റിയ തരത്തിൽ എന്നെ ഉപദേശിക്കൂ എന്നാണല്ലോ ഉദ്ധവൻ പറഞ്ഞത്. ഈ ശ്ലോകം ആരും ഞാൻ സ്വതവേ പറഞ്ഞു കേൾക്കാറില്ല, സർവരും പറയേണ്ടതാ. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. ഭൃത്യനായിരിക്കുന്ന എന്നെ ഉപദേശിക്കൂന്ന്. അതന്നെയല്ലേ ഇവിടെ അർജുനനും പറയുന്നത്. ഒരു വ്യത്യാസം എന്താ? എനിക്ക് ശ്രേയസ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അർജുനൻ വിടുന്നില്ല, ഒന്ന് കൂട്ടിച്ചേർക്കണം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വിശേഷത. എനിക്കൊരു എഴുത്തു വന്നിട്ടുണ്ട്, പോസ്റ്റ് കാർഡില. കുറേ അധികം കുറ്റം പറഞ്ഞിരിക്കുക അദ്ദേഹം. എന്താ പറഞ്ഞിരിക്കണേന്നറിയോ? ഈ മണ്ടന്മാരും മത്ത് പിടിച്ചവരും എഴുതി വച്ചിട്ടുള്ള പുരാണ ഗ്രന്ഥങ്ങളെ മുഴുവൻ സ്വാമിജി ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരോട് കൊടുക്കുന്നുണ്ടല്ലോ, ഇതിലധികം ഒരു ഡിസ്സർവീസ് ഇല്ല. അടുത്ത കാലത്താണ് വളരെയധികം കൊല്ലങ്ങളായി സൂര്യനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോലം 350 കൊല്ലത്തിന് ശേഷം എങ്ങാണ്ട് ഇതാ വന്നിരിക്കണു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. നമ്മുടെ ഈ പഴയ പുരാണത്തിലും അല്ല നമ്മൾ ജീവിക്കണത് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്താണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം എന്തെന്ന്. ഇവിടെ സംസാരിക്കുന്നത് പുരാണമൊന്നുമല്ല, ഇവിടെ സംസാരിക്കുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രതിസന്ധിയാണ്, പ്രഹേളികയാണ്. അതിന് സംഭവിച്ചിട്ടുള്ള ആഘാതവും പ്രത്യാഘാതവും അത് തീർക്കാനുള്ള വഴിയുമാണ്. അർജുനൻ ഇവിടെ പറയുന്നത് എന്താ? വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണം ഇന്ദ്രിയാണാം. കൃഷ്ണ കൃഷ്ണ, ഒരു കാര്യം ഓർമ്മ വയ്ക്കണം. എന്താ അത്? ഞാൻ ശ്രേയസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് വല്ലതും എന്നോട് പറയരുത്. എനിക്ക് കേൾക്കേണ്ടതും ഞാൻ ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുന്നതും എന്താ? അവാപ്യ ഭൂമാവസപത്നമൃദ്ധം. വല്ലവിധവും അർജുന നീ യുദ്ധം ചെയ്യ്. ഈ യുദ്ധത്തിൽ ജയിച്ചു എന്നുണ്ടെങ്കിൽ ശത്രുക്കളെയൊക്കെ കൊന്നൊടുക്കിയാൽ അതിന് ഞാൻ സഹായിക്കാം, ഉപദേശിക്കാം, കൂടെ നിൽക്കാം. അങ്ങനെയാണെങ്കിലോ സമ്പദ് സമൃദ്ധമായിരിക്കുന്ന ശത്രുക്കളില്ലാത്ത ഒരു രാജ്യവും അതിലുള്ള സുഖവും നിനക്ക് അനുഭവിക്കാം. ഒന്ന്. അല്ല രാജ്യം സുരാണാമപി ചാധിപത്യം. ഈ യുദ്ധത്തിലെങ്ങാനും മരിച്ചു ഈ ലോകം വിട്ടു പോകുമ്പോൾ നമുക്ക് ഇന്ദ്രപദവി കിട്ടും, അവിടെ ചെല്ലാം. ഈ 2 വിദൂര ഭവിഷ്യത്തുകളും എന്നോട് പറയണ്ട. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുന്നതിന് മുൻപാണ് അത് നേടേണ്ടത്, മരണാനന്തരം വരേണ്ടതല്ല. അപ്പം മരിച്ചതിന് ശേഷം സുരാണാമപി ചാധിപത്യം, ദേവലോകത്തിലുള്ള ആധിപത്യം കിട്ടും എന്നെ പറഞ്ഞ് മോഹിപ്പിക്കരുത്. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ശത്രുക്കളെല്ലാം പോയി നിനക്ക് നല്ല സമ്പദ് സമൃദ്ധമായ രാജ്യവും സുഖസാമഗ്രികളും സുഖഭോഗങ്ങളും ഇടതടവില്ലാതെ കിട്ടും, അതും എന്നോട് പറയരുത്. ഇത് രണ്ടുമല്ലാതെ അങ്ങയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? എന്തിന്? നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം. എൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവനും എന്ന് പറഞ്ഞാൽ കണ്ണ്, ചെവി, നാവ്, ത്വക്ക് എല്ലാം തന്നെ ഉച്ഛോഷണം. അതിപ്പോൾ വെന്ത് നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ നീറിക്കൊണ്ടിരിക്കുന്നതായ എൻ്റെ ദേഹം, എൻ്റെ ഇന്ദ്രിയങ്ങളെ തണുപ്പിക്കാനായി ഈ ദുഃഖം നീക്കിക്കളയാൻ അങ്ങയുടെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ യുദ്ധം ചെയ്യൂ, ജയിച്ചാൽ രാജ്യം കിട്ടും, മരിച്ചാൽ സ്വർഗം കിട്ടും എന്നിങ്ങനെ പറഞ്ഞ് മോഹിപ്പിച്ചത് കൊണ്ടായില്ല. യുദ്ധം ചെയ്യണമെങ്കിൽ എൻ്റെ നീറ്റം മാറണം. നീറ്റം മാറണമെങ്കിൽ അതിന് കാരണമായ ദുഃഖം നീങ്ങണം, വഴിമാറണം. അങ്ങനെ ദുഃഖത്തെ ഉന്മൂലനം ചെയ്യാനുള്ള എന്തെങ്കിലും ഉപദേശമുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞു തരൂ, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയൻ പറയാ, ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ. കൃഷ്ണനെ, ആരായി കൃഷ്ണൻ? ഹൃഷീകേശൻ, ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധീശനായിട്ടുള്ളവനാണ്, ഇന്ദ്രിയ നിയന്ത്രണമുള്ളവനാണ്. ആ ഹൃഷീകേശനായ കൃഷ്ണനോട് ഗുഡാകേശൻ. എന്താ ഈ ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ? ഉറക്കമില്ലാതെ നീണാൾ തപസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട വീരനായിരുന്നു അർജുനൻ. ഉറക്കത്തിനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. എല്ലാവരുടെ വീര്യവും പരാക്രമവും ഉണർന്നിരിക്കുമ്പോഴാണ്. രാത്രിയായ ഉറങ്ങിക്കളി,
പരന്തപനുമായിരിക്കുന്ന ഗുണാകേശനായ അർജുനൻ ഹൃഷീകേശനോട് ഇങ്ങനെ പറഞ്ഞ്, എങ്ങനെയാ പറഞ്ഞത്? നയോത്സ്യ ഇതി ഗോവിന്ദമുക്ത്വാ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്നിങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞ് തൂഷ്ണീം ബഭൂവ, മിണ്ടാതെയായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹാ, ഇതിലധികം ഒരു ആശ്ചര്യം എന്താ? ഇതാണ് ഭാരതത്തിൻ്റെ മഹിമ. യുദ്ധം ചെയ്യാനുള്ള 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി കുരുക്ഷേത്രത്തിൽ ചെന്ന് നിന്ന അർജുനൻ തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അമ്പും വില്ലും താഴത്ത് വെച്ച് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മഹിമ. സാധാരണ ഈ ഭഗവത്ഗീതയിൽ ആദ്യത്തെ ഒരു ശ്ലോകമുണ്ട്. എന്താണ് ആ ശ്ലോകം? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുന്നതാണ്. എപ്പോഴാ ഈ ചോദിക്കണേന്നറിയോ? മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വേദവ്യാസർ വന്നു. വേദവ്യാസർ വന്നിട്ട് ചോദിക്കുകയാണ്. ആരോട്? ധൃതരാഷ്ട്രരോട്. വേദവ്യാസരുടെ മകനാണല്ലോ. മകനെ, അതിഭയങ്കരവും അഭൂതപൂർവവുമായിരിക്കുന്ന യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ പലതും സംഭവിക്കും. അങ്ങയുടെ പക്ഷത്തിൽ 100 പേരുണ്ട് മക്കളായിട്ട്. പിന്നെ അവരെ സഹായിച്ചുകൊണ്ട് 11 അക്ഷൗഹിണി സേനയുണ്ട്. പാണ്ഡവന്മാർക്ക് 7 ഉള്ളൂ. പൊരിഞ്ഞ പോരാണ് ഇവിടെ നടക്കുക. ഇതെങ്ങാനും അങ്ങയ്ക്ക് കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവ്യദൃഷ്ടി തരാം. കുരുടനാണല്ലോ, കണ്ണ് കാണില്ലല്ലോ. അതുകൊണ്ട് ഈ മക്കൾ പങ്കെടുക്കുന്നതായ ഈ യുദ്ധം അവർ ജയിക്കുകയാണെങ്കിൽ ജയിക്കും. അതൊക്കെ കാണാനായിട്ട് ഒരവസരം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്ക് വേണ്ട. എനിക്കറിയാം മഹർഷേ, ഈ യുദ്ധത്തിൽ എന്തു തന്നെ ആയാലും എന്താ വരികയെന്നറിയാം. എൻ്റെ സ്വന്തം മക്കള് ചക്ക വീഴുന്ന മാതിരി വീണ് ഒന്നൊന്നായിട്ട് വീഴും. ആ വീണത് കണ്ടാൽ ആരുടെ മനസ്സിനാണ് സമാധാനം ഉണ്ടാവുക? അതുകൊണ്ട് എനിക്ക് ഈ ദൃശ്യം കാണേ വേണ്ട എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ വേദവ്യാസന് തോന്നി, അത് പോരല്ലോ, എന്തെങ്കിലും ഒന്നും അനുഭവിക്കാൻ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അടുത്തുള്ള സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയന് ഞാനൊരു ദിവ്യദൃഷ്ടി തരാം. ആ ദിവ്യദൃഷ്ടിയും കൊണ്ട് എവിടെ വേണമെങ്കിലും അവിടെ സഞ്ചരിക്കാം. പടക്കളത്തിലോ അല്ല അവരുടെ ക്യാമ്പുകളിലോ ഒക്കെ സഞ്ചരിച്ച് അവിടെ തെളിഞ്ഞ് സംസാരിക്കുന്നതും ഒളിഞ്ഞ് നടക്കുന്നതും എല്ലാം തന്നെ ഒരുപോലെ കണ്ട് മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശക്തി തരാം എന്ന് പറഞ്ഞിട്ട് പോയി അത്രേ. ഉടനെ സഞ്ജയൻ തുടങ്ങി നമ്മുടെ ആര്യാവർത്തം, നമ്മുടെ ഭാരതഭൂമിയിലെ വിശേഷതയൊക്കെ വർണ്ണിച്ചുകൊണ്ട്. ആദ്യമായിട്ട് ഒരു രാജ്യത്തിൻ്റെ വിശേഷത വർണ്ണിക്കുമ്പോൾ എന്താ വർണ്ണിക്കുക? ഇവിടെയുള്ള പർവ്വതനിരകളും മലകളുമൊക്കെയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പുഴകൾ, പിന്നെ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഖനിവസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് സ്വർണം പ്രത്യേകിച്ചും, ഇങ്ങനെയൊക്കെയുള്ളതാണ് വർണ്ണിക്കുക. അങ്ങനെ ഓരോന്നായി വർണ്ണിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ യുദ്ധം തുടങ്ങിക്കളഞ്ഞു. യുദ്ധം തുടങ്ങിയപ്പോൾ അവിടെ പോണല്ലോ എന്ന് പറഞ്ഞ് സഞ്ജയൻ കുരുക്ഷേത്രത്തിലേക്ക് ഓടിച്ചെന്നു. അങ്ങനെ ചെന്ന് അവിടെ യുദ്ധത്തിൽ വളരെ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ തിരക്കിലും ബഹളത്തിലും അത് കാണാനും കേൾക്കാനും ഊഹമായിട്ട് സൂക്ഷിച്ചറിയാനും എല്ലാം കൂടി അവിടെ ചെന്നിരുന്നു. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9 ദിവസം കഴിഞ്ഞു. 10ാം ദിവസമാണ് അർജുനൻ്റെ അമ്പേറ്റ് ഭീഷ്മൻ രഥത്തിൽ നിന്ന് താഴത്ത് വീണത്. ഭീഷ്മനോ ദേഹത്തിൽ നിന്ന് പതിച്ചോ? ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം പ്രാജ്ഞനാണ്, അദ്ദേഹം അജയ്യനാണ്, അങ്ങോരോട് പടപൊരുതാൻ ലോകത്തിൽ ഒരാളുമില്ല. അങ്ങനെയുള്ള ഭീഷ്മനെ അർജുനൻ തട്ടി താഴത്തിട്ടു എന്നങ്ങോട്ട് കണ്ടപ്പോൾ സഞ്ജയന്റെ മനസ്സ് തന്നെ കുലുങ്ങിപ്പോയി. 2 കാരണം. ഒന്ന്, ഭീഷ്മർക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ ഒരു മനുഷ്യന്റെ കയ്യിലുള്ള ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഭൗതികമായിരിക്കുന്ന യോഗ്യതകൾ, യുദ്ധത്തിൽ അജയ്യത്വം, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഭീഷ്മരെ പോലെയുള്ള ഒരു മഹാനുഭാവനെ തട്ടി താഴ്ത്തിട്ടത് എങ്ങനെയാ? അത് ചെയ്തതോ പേരക്കടാവ് അർജുനൻ. അവർക്ക് എങ്ങനെ ഇത് തോന്നി? ഭീഷ്മൻ എങ്ങനെ വീണു? ആകെ മൊത്തം പരിഭ്രമിച്ച് ഓടി അങ്ങോട്ട് ചെന്നു. സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ. ഞാൻ സഞ്ജയനാണ്, പറയണല്ലോ, കണ്ണു കാണില്ലല്ലോ. അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഹതോ ഭീഷ്മ. ഭീഷ്മൻ താഴത്ത് വീണിരിക്കുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ധൃതരാഷ്ട്രന്റെ മനസ്സ് മാളി കത്തി തുടങ്ങി. അയ്യോ, പിതാമഹൻ താഴത്ത് വീണുവോ? അദ്ദേഹം വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വീണതിന് തുല്യമാണ്. ഇതെങ്ങനെയാ ഇത് സംഭവിച്ചത്? ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ ഒന്നുമില്ലെന്നോ ഈ ലോകത്തിൽ? തപസ്സിനും പ്രയോജനമില്ല, ധർമ്മത്തിനും പ്രയോജനമില്ല, ആത്മജ്ഞാനത്തിനും പ്രയോജനമില്ല, അസ്ത്രശസ്ത്ര മഹിമയ്ക്കും വിലയില്ല എന്നല്ലേ ഇപ്പം മനസ്സിലാക്കുന്നത്? ഇതെങ്ങനെയാണത്?
ധർമാത് അധർമ്മോ ബലവാൻ സംപ്രാപ ഇതിമേ മതി. ധർമ്മത്തിനേക്കാൾ ശക്തമായി അധർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കടും കൃത്യം ചെയ്യാൻ എങ്ങനെയാണ് പാണ്ഡവന്മാർക്ക് തോന്നുക? എൻ്റെ മക്കള് മഹാഭാവികളാണ്, അവർ അധർമ്മികളാണ്. പാണ്ഡവന്മാരങ്ങനെയല്ലല്ലോ, അവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? അപ്പൊ എനിക്ക് തോന്നുന്നത് ധർമ്മത്തിന് ശക്തിയില്ല, അധർമ്മത്തിനാണ് ബലം എന്നാണ്. അതേസമയം ഈ പാണ്ഡവന്മാര് ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതും മുൻതൂക്കമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആകെ മൊത്തം പരിഭ്രമിച്ച് വിഷാദിച്ച് ചോദിക്കുന്നു സഞ്ജയനോട്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അവിടെ പിടിച്ചു നിർത്തിയ ഒരു ചോദ്യം. യുദ്ധവിവരണം തുടങ്ങാനായി വന്ന് 10 ദിവസം കഴിഞ്ഞു. അപ്പൊ ഈ ശ്ലോകത്തിന് സാധാരണ അർത്ഥം പറയും എന്ത്? കുരുക്ഷേത്രം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രമാണല്ലോ. എന്താ അത് ധർമ്മക്ഷേത്രമായത്? ഇവരുടെ പൂർവികൻ കുരു ദീർഘകാലം അവിടെ ഇരുന്ന് തപസ് ചെയ്തിട്ടുണ്ട്. ആ തപസ്സിനാൽ പരമപാവനമായി തീർന്നിട്ടുള്ള കുരുക്ഷേത്രത്തിൽ ആണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പൊ അവിടെ വന്നപ്പോ യുധിഷ്ഠിരന്റെ ധർമ്മബുദ്ധി കുറച്ചും കൂടിയും ശക്തിപ്പെട്ട് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ എന്നുള്ളൊരു സംശയമാണെന്നാണ് വ്യാഖ്യാനിക്കുക. കിം അകുർവത, എന്തു ചെയ്തു എന്നുള്ളതിന്. അപ്പം ഞാൻ പ്രത്യേകിച്ചും പറയാറുണ്ട് അങ്ങനെ ഒരു അർത്ഥമല്ലാതെ. എന്താ കാരണം? സഞ്ജയൻ ആര്യാവർത്തമോ ഭാരതമോ ഭാരതഭൂമിയെ വിവരിക്കാൻ തുടങ്ങി. അങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യുദ്ധം തുടങ്ങിയപ്പോഴാണ് അങ്ങോട്ട് ചെന്നത്. 10ാം ദിവസമാണ് മടങ്ങി വന്നിരിക്കുന്നത്. അപ്പം അവിടെ യുദ്ധം ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പം പിന്നെ ഈ ശ്ലോകത്തിനോ ഈ ചോദ്യത്തിനോ എന്താ അർത്ഥമുണ്ട്? എന്താ വന്ന് പറഞ്ഞത്? എന്താ? ഭീഷ്മര് താഴത്തു വീണു എന്ന്. ആ ഭീഷ്മരെ തട്ടി താഴത്തിടുക അസംഭാവ്യമാണ്. പിന്നെ അങ്ങനെ ഒരു കടും കൃത്യം ചെയ്യാൻ എങ്ങനെ പാണ്ഡവന്മാർക്ക് തോന്നി? അപ്പം അവർക്ക് ഈ യുദ്ധത്തിനെ പറ്റി ചില സംശയങ്ങൾ ഉണ്ടായോ? നമ്മളിത് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ ചെയ്യും? എന്തെങ്കിലും ഒരു വിഷമമുണ്ടാവുമല്ലോ. ഇങ്ങനെ മുത്തശ്ശനെ കൊല്ലാൻ പുറപ്പെടുമ്പോൾ ആർക്കാ അതിന് സാധിക്കുക? പ്രത്യേകിച്ചും ധർമ്മബുദ്ധികളായിരിക്കുന്ന യുധിഷ്ഠിരൻ അർജുനനൊക്കെ അവിടെ ഉള്ളപ്പോൾ. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ് എന്ത്? ഈ യുദ്ധവൃത്താന്തമാണല്ലോ ഇനി പറയാൻ പോകുന്നത്. അതിലാദ്യമായി വന്ന് പറഞ്ഞത് ഇതാ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിവരണം ഞാൻ എങ്ങനെ കേൾക്കും? മുത്തശ്ശൻ പോയി കഴിഞ്ഞു, പിതാവ് പോയി, ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് കേൾക്കാൻ അറിയേണ്ടതില്ല. 10 ദിവസമായി യുദ്ധത്തിൽ പലതും നടന്നിട്ടുണ്ടാവും. അത് കേൾക്കാനുള്ള മനസ്സിനുള്ള കരുത്തോ ബലമോ ആശയമൊന്നും എനിക്കില്ല. അവിടെ എന്തെങ്കിലും ധർമ്മസംവാദം നടന്നു കാണും. ധർമ്മക്ഷേത്രമാണല്ലോ, ധർമ്മബുദ്ധിയുള്ളവരുമാണ് പാണ്ഡവന്മാർ. അപ്പം അവരുടെ ഇടയിലെങ്കിലും ഈ മുത്തശ്ശനും ആചാര്യനുമായി പടപൊരുതുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു സംശയമുണ്ടായി കാണും. ആ സംശയം ഉണ്ടായെങ്കിൽ അത് അവർ ഉന്നയിച്ചോ? ഉന്നയിക്കാനായിട്ട് ആരാ അവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ധർമ്മജ്ഞനും തത്വവേത്താവുമായിരിക്കുന്ന കൃഷ്ണനുണ്ട്, സാരഥിയാണ്. അർജുനാണല്ലോ ഈ കൊടും കൃത്യം ചെയ്തത്. അപ്പം അർജുനന് ഇതിൽ സംശയം തോന്നി, കൃഷ്ണനോട് ഉണർത്തിച്ചു കാണും. ആ ഉണർത്തിപ്പിന് കൃഷ്ണൻ എന്താണ് മറുപടി പറഞ്ഞത്? അപ്പൊ എന്തെങ്കിലും ഒരു ധർമ്മവൃത്താന്തം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ പറഞ്ഞു ധരിപ്പിച്ചതിന് ശേഷം മതി യുദ്ധവൃത്താന്തം പറയൽ, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാനുള്ള കരുത്തില്ല. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ. അവർ യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് ധർമ്മക്ഷേത്രത്തിൽ വന്നതെങ്കിലും അവിടെ ധർമ്മക്ഷേത്രത്തിനൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൻ്റെ പേരിൽ അർജുനന്റെ മനസ്സിൽ എന്തെങ്കിലും ധാർമ്മികമായിരിക്കുന്ന സമസ്യകളോ വിഷമങ്ങളോ ഉണ്ടായോ? ഉണ്ടായെങ്കിൽ അത് ഉന്നയിച്ചോ? ഉന്നയിച്ചെങ്കിൽ അതിന് മറുപടി കിട്ടിയോ? ആശയത്തെളിച്ചത്തോടു കൂടിയാണോ യുദ്ധം ചെയ്തത്? ഇതൊന്നും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്നാണ് ഈ ചോദ്യത്തിന് അർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൃഷ്ണൻ പറയുന്നതിന് എന്താ അർത്ഥം? സതദാ പുരുഷവ്യാഘ്രോ യുക്ത്യാമേ പ്രതിബോധിത. കുരുക്ഷേത്രത്തിൽ വെച്ച് ശരവിസർജനം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അർജുനൻ ഇതുപോലെ എന്നോട് ചോദിച്ചത്. എനിക്ക് എൻ്റെ വിഭൂതികൾ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു. ഈ സമാധാനാന്തരീക്ഷത്തിലാണ് ഉദ്ധവൻ എന്നോട് ചോദിക്കുന്നത്. അപ്പം എനിക്കത് ഓർമ്മ വരിക. പുരുഷവ്യാഘ്രനായിരിക്കുന്ന അർജുനൻ എന്നോട് ചോദിച്ചു. അത് ഞാൻ ഉപയോഗിച്ചത് എന്താ? യുക്ത്യാമേ പ്രതിബോധിത. ആ അർജുനനെ ഉദ്ബുദ്ധനാക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല, യുക്തി മാത്രമേ ഉള്ളൂ. ആ യുക്തി കൊണ്ട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കിയത്? അർജുനൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. എന്താ ചോദ്യം? യത് ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ. ശ്രേയസ് എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഇത് പടക്കളത്തിലാണ് ഈ സംവാദം നടന്നത്, ശ്രേയസിനെ കുറിച്ച്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിശേഷം. അതാണ് ധർമ്മക്ഷേത്രമായത്. ധർമ്മക്ഷേത്രത്തിലാണ് ഈ യുദ്ധം നടന്നത് എന്നുള്ളതിനാൽ ആദ്യമായി ധർമ്മചർച്ചയാണ് അവിടെ നടന്നത്, ധർമ്മോപദേശമാണ് നടന്നത്.
പിന്നീട് യുദ്ധവൃത്തി അവിടെ നടന്നുള്ളൂ. കൃഷ്ണന്റെ മറുപടി എന്താ? കൃഷ്ണൻ മറുപടി പറയുന്നത് വളരെ വിശേഷമാണ്. അർജുനന്റെ ദുഃഖത്തിന് ഒരു സ്ഥാനവും ഇല്ല എന്നാ മറുപടി. അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. നമ്മുടെ അധ്യാത്മ ജീവിതത്തിൻ്റെയും സാധനയുടെയും ലക്ഷ്യം മുഴുവനും 32 അക്ഷരത്തിൽ കൃഷ്ണൻ അവതരിപ്പിക്കുക. അർജുന അർജുന അർജുനൻ എന്നോട് വളരെ ശക്തമായിട്ട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? അവർക്ക് ലോഭം മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലാക്കുന്ന നമ്മൾ എന്തിനീ മഹാപാപം ചെയ്യണം? ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇത് യുക്തിക്ക് ചേരുന്നതല്ല, നരകത്തിലേക്കാണ് നയിക്കുക എന്നിങ്ങനെ വളരെ പണ്ഡിതനെ പോലെ പലതും സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് എന്താ? അശോച്യാൻ അന്വശോചസ്ത്വം. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ചാണ് അർജുനൻ ദുഃഖിക്കുന്നത്. പ്രജ്ഞാവാദാംശ ഭാഷസേ. എന്നാൽ പറയുന്നതിലോ നല്ല വാക്കുകൾ, നല്ല അറിവും വിവേകമൊക്കെ ഉണ്ടെന്ന് തോന്നും. അപ്പം സംസാരിക്കുന്നതിൽ വിവേകപ്രകടനവും പ്രവർത്തനത്തിൽ തീരെ അവിവേകിയും അജ്ഞാനിയും ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെയാ ശരിയാവുക? അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ. എന്താണ് ഇപ്പോൾ ഇവിടെ വിഷമം? ഭീഷ്മരെയും ദ്രോണരെയും ഞാൻ ഇഷുഭിഹി പ്രതിയോത്സ്യാമി കഥം. അവരെ ശരം കൊണ്ട് നേരിടുന്നത് എങ്ങനെ എന്നാണ് ആലോചിക്കുന്നത്. ആരായി ഭീഷ്മൻ? മുത്തശ്ശൻ, മഹാനുഭാവനാണ്. ദ്രോണനും മുത്തശ്ശൻ മഹാനുഭാവനാണ്. അപ്പം അവർ മഹാനുഭാവന്മാരാണെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയും മഹത്തായിരിക്കുമല്ലോ. ഈ യുദ്ധം വാസ്തവത്തിൽ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അവരിതിൽ പടയാളികളോ സൈന്യത്തലവന്മാരോ ആയി വന്ന് മുമ്പിൽ നിൽക്കുമായിരുന്നോ? അവരിവിടെ വന്ന് നിന്നിട്ടുണ്ട്. ദുര്യോധനന്റെ പക്ഷം അധർമ്മമാണെങ്കിൽ ആ അധർമ്മത്തിന് ജയിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. അപ്പം അവർ വാസ്തവത്തിൽ മരണത്തിന് വിധേയരാവില്ലേ? ഉവ്. അവർക്ക് അറിയാത്തതാണോ അർജുന നീ അറിയുന്നത്? അവർ മഹാനുഭാവന്മാരാണെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ സ്വഭാവവും അതിൽ വരാവുന്ന പരിണാമം അല്ലെങ്കിൽ പരിണത ഫലം ഇതൊക്കെ അവർക്കല്ലേ മുമ്പ് അറിയുക. അവരുടെ കണ്ണുന്ന് വെള്ളം വരുന്നുണ്ടോ? ഇല്ല. അമ്പും വില്ലും കയ്യിലില്ലേ? ഉവ്. തോളത്തില്ലേ? ഉവ്. അപ്പം അവർ കരയണില്ലെങ്കിൽ അവരെക്കുറിച്ച് ഇവർ മരിക്കൂലോ എന്ന് നീ വിചാരിക്കുന്നതിൽ എന്താണ് അർത്ഥം? പരമാവധി നിനക്ക് ഒരു കാര്യം ചെയ്യാം. ഭീഷ്മദ്രോണാദികൾ, ഞാൻ ഈ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വളരെ വിഷണ്ണനാണ്, എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇല്ല. അപ്പം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൽ ഒന്നും അന്യായമില്ല എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് അധർമ്മമാണെന്നാണ്. അപ്പം എന്താണ് കാര്യമെന്ന് അവരെ വിളിച്ച് നമസ്കരിച്ച് ചെന്ന് ചോദിച്ചൂടെ? അതല്ലല്ലോ നീ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ ഒരു വിഷമവും ഇല്ലാത്തതിൽ നീ വിഷമം കുത്തിത്തുളച്ചുണ്ടാക്കി ദുഃഖിക്കുന്നുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. സാധാരണ പടയാളികളെക്കുറിച്ച് ദുഃഖിച്ചാൽ എനിക്ക് മനസ്സിലാക്കാം. ഇവർ അജയ്യന്മാരാണ്, മഹാനുഭാവന്മാരാണ്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ. എന്നാൽ സംസാരിക്കുന്നതോ അറിവുള്ളവരെ പോലെയാ. അറിവുള്ളവരെങ്ങനെയാ അർജുന? ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അതാണ് അർജുനന്റെ സംഭാഷണം സൂചിപ്പിക്കുന്നത്. ആരാ പണ്ഡിതന്മാർ? പണ്ഡാ ആത്മവിഷയാ ബുദ്ധി യേഷാം തേ പണ്ഡിതാഹ. ആത്മസംബന്ധമായ ബുദ്ധി ആർക്കുണ്ടോ അവരാണ് പണ്ഡിതന്മാർ. പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം അതാണ്. ആ പണ്ഡിതന്മാരെന്ത് ചെയ്യും? ഗതാസൂൻ അഗതാസൂംശ്ച ന അനുശോചന്തി. ഗതാസൂൻ, അസുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങൾ. ഗതങ്ങൾ എന്ന് വെച്ചാൽ പോയിപ്പോയവ. അപ്പോൾ ഏത് ശരീരത്തിൽ നിന്നാണോ പ്രാണൻ പോയത്, അല്ലെങ്കിൽ ശരീരങ്ങളിൽ നിന്നാണോ പ്രാണൻ പോയത്, അഗതാസൂംശ്ച, പ്രാണൻ പോകാതെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശരീരം. ഇതാണല്ലോ മരിച്ചതും ജീവിച്ചിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. മരിച്ചതാരാ? പ്രാണൻ പോയവർ. ജീവിച്ചിരിക്കുന്നവരോ? പ്രാണൻ പോകാത്തവർ. അപ്പോൾ പ്രാണൻ പോയവരെയും പ്രാണൻ പോകാത്തവരെയും കുറിച്ച് പണ്ഡിതന്മാർ ന അനുശോചന്തി, അവർ ഒരിക്കലും അനുശോചിക്കില്ല. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇതിൻ്റെ യുക്തി? സതദാ പുരുഷവ്യാഘ്രോ യുക്ത്യാമേ പ്രതിബോധിത. നിങ്ങളിത് വളരെ നല്ല പോലെ മനസ്സിലാക്കണം. അർജുനൻ യുക്തി പ്രയോഗിച്ചാണ് അർജുനനെ ഉദ്ബോധിപ്പിച്ചത്. എന്തുമാത്രം യുക്തിയുണ്ട് എന്ന് ആലോചിക്കൂ. അർജുന, നീ ദുഃഖിക്കുന്നത് തന്നെ തെറ്റാണെന്ന്. എന്താ തെറ്റ്? എന്താ നിനക്ക് ദുഃഖം? ഇവരെല്ലാവരും മരിക്കൂലോ, ഞാൻ അവരെ കൊല്ലൂലോ, ഇങ്ങനെ ഒരു വിചാരം പണ്ഡിതനുണ്ടാവരുത്. എന്താ കാരണം? പ്രാണൻ പോയ ശരീരവും പ്രാണൻ പോകാത്ത ശരീരവും ഒരുപോലെയാണ്. ചിലരൊക്കെ ഇവിടെ ജനിച്ചു,
വളർന്നു, ജീവിച്ചു, പോയി. നമ്മളോ ജനിച്ചു, വളർന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം ചെല്ലുമ്പോഴും നാം ജന്മത്തിൽ നിന്ന് അകന്നും മരണത്തിനടുത്തും വരികയാണ് ചെയ്യുന്നത്. മരണത്തിനോട് അടുക്കുകയാണ് ഓരോ ദിവസവും. നമ്മൾ പിറന്നാൾ ആഘോഷിക്കും. എന്ത് പിറന്നാളാ? ഓരോ പിറന്നാളിലും പിറന്ന ദിവസത്തിൽ നിന്ന് അകലെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുക്കുകയാണെങ്കിലോ മരണത്തിനോട് അടുക്കുന്നതാണ്. അപ്പം നമുക്ക് ജന്മദിനമോ അതോ മരണ സമീപന ദിനമോ? ഒന്ന് നല്ലോണം ആലോചിച്ചിട്ട് മറുപടി പറയും. ലോകത്തിൽ പ്രാണൻ പോയവരുടെ സംഖ്യയോ കൂടുതൽ അതോ പ്രാണനോട് കൂടി ഇരിക്കുന്നവരുടെ സംഖ്യയോ? ഇന്ന് ലോകത്തിൽ എത്രയുണ്ട്? കുറേ കോടി ജനങ്ങളുണ്ട്. ഭാരതത്തിലാണെങ്കിൽ 112 കോടി ജനങ്ങളുണ്ട്. ഈ 112 കോടി ഇപ്പോൾ ഉള്ള ജനങ്ങളോ കൂടുതൽ അതോ ഇതേവരെ ഉണ്ടായി മരിച്ചു പോയവരുടെ സംഖ്യയോ കൂടുതൽ? ഈ ഉള്ളവരൊക്കെ എന്താ ചെയ്യണത്? മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ ഒരു 100 വയസ്സാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 80 കൂട്ടുക. ആ 80-ൽ 50 വയസ്സായ എന്താ അർത്ഥം? 50/80 കഴിഞ്ഞു എന്ന്. ഇനി 30/80 ബാക്കിയുള്ളൂ. അപ്പം എല്ലാവരും മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളും പറയില്ല ആ ആളിതാ പോയി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾ പോകാതെ ഇരിക്കുകയോ? ഇല്ല, അയാൾ പോയി, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയണ്ടേ. പ്രാണൻ പോയി, പ്രാണൻ പോവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ 2 വകുപ്പേ ഇവിടെയുള്ളൂ. അപ്പോൾ ഈ 2 പേരെയും വേണ്ടതുപോലെ കണ്ട് മനസ്സിലാക്കി പണ്ഡിതന്മാർക്ക് ഒരു ദുഃഖവും അവരുടെ മനസ്സിലുണ്ടാവില്ല. ആദ്യമായിട്ട് പറഞ്ഞ ഫോർമുലയാണ്. നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കണം. നമുക്ക് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവും. അപകട മരണങ്ങളുണ്ടാവാം, അകാല മരണങ്ങളുണ്ടാവാം, ഓർക്കാപ്പുറത്ത് പലതും സംഭവിച്ചു എന്ന് വരാം. നഷ്ടങ്ങളുണ്ടാവും, അപമാനങ്ങളുണ്ടാവും, പല നിഷേധങ്ങളും തിരസ്കാരങ്ങളും ഉണ്ടാവും, നിന്ദയുണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്ത് തന്നെ വന്നാലും അശോച്യാൻ അന്വശോച, ഒറ്റ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. നാം ഇവിടെ ജനിച്ചിട്ടുള്ളത് ദുഃഖിക്കാൻ അല്ല, ദുഃഖത്തിനെ മറികടക്കാനാണ് മനുഷ്യജന്മം. ദുഃഖസുഖങ്ങളെ സമീകരിച്ചെടുക്കാനാണ് മനുഷ്യജന്മം. സമീകരിച്ചെടുക്കാൻ അതിനാണ് മനുഷ്യജന്മം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. പണ്ഡിതന്മാര് മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും ഒരു വ്യത്യാസവുമില്ലാതെ കാണുന്നു. അവർ ദുഃഖിക്കുന്നില്ല. അപ്പം മരണവും ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അവർക്കെന്നാണോ പറയുന്നത്? എന്താണ് ആ പണ്ഡിത ദൃഷ്ടി, പാണ്ഡിത്യം? അർജുനന് സ്വാഭാവികമായിട്ടും ഒരു ഉത്കണ്ഠ ജനിച്ചു. ആ ഉത്കണ്ഠ മുഖത്തിൽ വളരെ വ്യക്തമായി. അപ്പം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുക, പണ്ഡിതന്മാരുടെ ദർശനം ഞാൻ വിവരിക്കാം, ഞാൻ തന്നെ വിവരിക്കാം. എന്നെയും നിന്നെയും ഇവരെയും അടിസ്ഥാനമാക്കി വിവരിക്കാം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അർജുന നല്ല പോലെ കേട്ടോളൂ. എന്ത്? നത്വേവാഹം ജാതുനാസം, ഒരു കാലത്തും ഞാൻ ഇല്ലാതെ ഇരുന്നിട്ടില്ല. എന്ത്? ഒരു കാലത്തും ഈ ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല. ഞാൻ മാത്രമല്ല അർജുന, നത്വം, നീയും ഇല്ലാതെ ഇരുന്ന കാലമില്ല. നേമേ ജനാധിപാഃ, ഇവിടെയുള്ള ജനാധിപന്മാര് ഭീഷ്മരും ദ്രോണരും ബാക്കി എല്ലാവരും തന്നെ ഇവർ ഇല്ലാതെയിരുന്ന കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങള്? ജീവിതത്തിന്റെ വിവരണമാണിത്. കേട്ടോളൂ, കാത് കടം മേടിച്ചു കേൾക്കൂ. നത്വേവാഹം ജാതുനാസം. നിങ്ങൾ വിചാരിക്കണു എന്ത്? ശരീരം ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ നിലനിൽപ്പ്. ദേവകി പ്രസവിച്ചതിന് ശേഷം മാത്രമാണ് ഈ കൃഷ്ണൻ നിലനിൽക്കുന്നത് എന്നാണോ അർജുന നീ വിചാരിക്കുന്നത്? അല്ല, ദേവകി പ്രസവിച്ചത് എൻ്റെ ശരീരത്തിനെയാണ്. ശരീരത്തിൽ അധിവസിക്കുന്ന ജീവനെ ഒരു കാലത്തും പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കേണ്ട ആവശ്യവുമില്ല. ശരീരം ഉണ്ടായി എന്നുള്ളത് ശരി, ശരീരവിലക്ഷണമാണ് ജീവൻ. അതുകൊണ്ടാണ് ഈ ദേഹത്തെ എൻ്റെ ദേഹം എന്ന് നമ്മൾ പറയുന്നത്. എൻ്റെ എന്ന് പറയുന്ന സാധനം ഞാനല്ല, ഒക്കെ ഇവിടെ എൻ്റെയാ. എൻ്റെ വീട്, എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ മക്കൾ, എൻ്റെ സഹധർമ്മിണി, എൻ്റെ ഭർത്താവ്, എൻ്റെ അയൽവക്കക്കാരൻ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം ഒക്കെ എൻ്റെയാ. ഞാനെ ഒന്ന് കാണിച്ചു തരൂ നിങ്ങൾ. ഒക്കെ എൻ്റെ ആണല്ലോ. എൻ്റെ ആണെങ്കിൽ ഞാൻ ആരാ? അവിടെ വേറെ നിൽക്കണു. ആ ഞാൻ ശരീരം വന്നപ്പോൾ വന്നുവോ? വന്നിട്ടില്ല. ശരീരം വീഴുമ്പോൾ പോകുമോ? പോകില്ല. ശരീരത്തിൽ എങ്ങനെ അധിവസിക്കുന്നുവോ അതുപോലെ ശരീരത്തിൻ്റെ ഉത്പത്തിക്ക് മുൻപും അധിവസിച്ചിരുന്നു.
ശരീരം പോയാലും അതുപോലെ നിലനിൽക്കും. ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ, ഇന്നുമുണ്ട് ഞാൻ, നാളെയും ഉണ്ടാകും. എത്രയോ ഇന്നലകൾ കഴിഞ്ഞു, അന്നൊക്കെ ഞാനുണ്ട്. എത്രയോ ഇന്നുകളും കഴിഞ്ഞു, അന്നൊക്കെ ഞാനുണ്ട്. എത്രയോ നാളുകളും കഴിഞ്ഞു, അന്നും ഞാൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉണ്മ എന്നുള്ളതാണ് എൻ്റെ നില. ഉള്ളത് ഒരു കാലത്തും ഇല്ലാതെയാവില്ല. ഉണ്മയാണ് ഈ ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ ഇത് നല്ല പോലെ മനസ്സിലാക്കുന്നു. ഇത് എനിക്ക് മാത്രമല്ല ബാധകം അർജുന, നിനക്കും ഈ ഭീഷ്മർക്കും ദ്രോണർക്കും ബാക്കിയുള്ളവർക്കും ഇതേപോലെയാണ് ഈ സത്യം ഉൾക്കൊള്ളേണ്ടത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. കൃഷ്ണൻ ഇത് എങ്ങനെ പറയുന്നുവോ അതുപോലെ ഈ സത്യം എല്ലാവർക്കും സർവേ വയമതഃ പരം, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എന്താ അതിന് കാരണം? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോസ്തത്വദർശിഭിഃ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ. പ്രേക്ഷകരെ, നിങ്ങളിത് കേൾക്കോ? ശരിക്ക് മനസ്സിലാക്കോ? ഇതിന് ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റേഷനും സാധ്യമല്ല. ഒരു ലബോറട്ടറി ഇല്ല, ഒരു സൂക്ഷ്മദർശിനി ഇല്ല, ദൂരദർശിനിയും ഇല്ല, ഒരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ അനാലിസിസ് ഇവിടെ കിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നാം കാണുന്നു, ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാണുന്നു. ആ കണ്ട അനുഭവങ്ങളെ ആധാരമാക്കി നാം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വിചിന്തനം ചെയ്ത് യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നു. വാസ്തവത്തിൽ ഒബ്ജക്റ്റീവ് സയൻസസ്, ബാഹ്യശാസ്ത്രത്തിനും ഇത് രണ്ടും തന്നെയാണ് പ്രമാണം. ഡയറക്റ്റ് ഒബ്സർവേഷൻ, നേരിട്ട് കാണുക. ഇൻഡയറക്റ്റ് ഇൻഫറൻസ്, ബുദ്ധി കൊണ്ടുള്ള ഊഹാപോഹങ്ങൾ, ആലോചന, അനുമാനം. അതുതന്നെയാണ് വേദാന്തത്തിനും അധ്യാത്മത്തിനും പ്രമാണം. അപ്പം സയൻസിനെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ വേദാന്ത ശാസ്ത്രത്തെയും സ്വീകരിക്കാൻ നിർബന്ധിതരാണ്. ഒരു വാക്ക് പോലും അതിൽ സംശയിക്കരുത്, പറ്റില്ല. ഇവിടെ എന്താ പറയുന്നത്? സത്ത് അസത്ത് എന്ന് രണ്ട് പ്രത്യയങ്ങൾ, രണ്ട് ഭാവങ്ങൾ. അസത്ത് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നാസതോ വിദ്യതേ ഭാവ. അസത്ത്, സത്തല്ലാത്തത്, അത് ഒരു കാലത്തും സ്ഫുരിക്കില്ല, പ്രകടമാവില്ല, വിരാജമാനമാവില്ല. നാ ഭാവോ വിദ്യതേ സദഃ. സത്തോ ഒരു കാലത്തും ഇല്ലാതെയാവൂല. നിങ്ങളിത് കേട്ടു മനസ്സിലാക്കുന്നുണ്ടോ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സത്ത് എന്ന് പറഞ്ഞാൽ റിയൽ, അസത്ത് എന്ന് പറഞ്ഞാൽ അൺറിയൽ. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ ശകാരിക്കുമ്പോൾ പറയാണ് അതൊരു അസത്ത് പിടിച്ചതാ, അസത്താണ്. കാര്യം അസത്ത് എന്നുള്ള വാക്ക് എവിടുന്നാ വന്നിരിക്കുന്നത്? ഇല്ലാത്ത, ഇല്ലായ്മ, അല്ലെങ്കിൽ ഉണ്മ, അനുണ്മ എന്ന് പറയാം. നാസതോ വിദ്യതേ ഭാവോ. അപരമാർത്ഥമായിട്ടുള്ള ഒരു സാധനം ഒരിക്കലും സ്ഫുരിക്കില്ല, പ്രകടമാവില്ല. നാഭാവോ വിദ്യതേ സദഃ. സത്താണെങ്കിലോ ഒരിക്കലും അതിന് അഭാവവും സാധ്യമല്ല. ഉഭയോരപി ദൃഷ്ടോന്തഃ. ഈ സത്തും അസത്തും തമ്മിലുള്ളതായ വ്യത്യാസം, ഇവ രണ്ടും തമ്മിലുള്ള അനയോഹോ ഉഭയോഹോ അപി അന്തഃ ദൃഷ്ടഃ. ഇവ രണ്ടും തമ്മിലുള്ളതായ വ്യത്യാസം തത്വദർശിഭിഹി, തത്വദർശികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൃഷ്ണൻ സ്വയം പറയല്ല, തത്വദർശികളായിട്ടുള്ളവർ നിർണയിച്ചു വച്ചിട്ടുണ്ട്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ. അപ്പം സത്താണെങ്കിൽ ഒരു കാലത്തും ഇല്ലാതെയാവില്ല, അസത്തോ ഒരു കാലത്തും ഉണ്ടാവില്ല. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഞാൻ പറയാൻ പോണത് ഗ്രഹിക്കോ? സത്താണെങ്കിൽ ഒരിക്കലും ഇല്ലാതെയാവില്ല, അസത്തോ ഒരിക്കലും ഉണ്ടാവില്ല. ഇനി ഇത് രണ്ടും മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ലോകത്തെയും നിങ്ങളുടെ ശരീരത്തെയും ഒന്ന് വിലയിരുത്തൂ. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒന്ന് സത്താണോ? അല്ല. എന്താ കാരണം? അത് മാറിക്കൊണ്ടിരിക്കുക, പരിവർത്തനശീലമാണ് ലോകം. പരിവർത്തനം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നിലനിൽക്കുന്നതായ പ്രകടനം ഇല്ലാതെയായി അതിൻ്റെ സ്ഥാനത്ത് പുതിയതൊന്ന് വരുമ്പോഴാണ് പരിവർത്തനം. അപ്പം എല്ലാ പരിവർത്തനത്തിലും നാശമുണ്ടോ? ഉവ്. നാശം എന്തിനെ സൂചിപ്പിക്കുന്നതാ? സത്തിനെ സൂചിപ്പിക്കുന്നതല്ല. അപ്പം സത്തല്ല ഈ ലോകം, സത്തല്ല നിങ്ങളുടെ ശരീരം, സത്തല്ല നിങ്ങളുടെ മനസ്സ്. സമ്മതിച്ചോ? ഒളിഞ്ഞോടരുത് കേട്ടോ. പറയണത് ശരിക്കും ഗ്രഹിക്കണം. അതും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കണം, വേറെ ഒന്നുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. ബുദ്ധിയെ പണയം വയ്ക്കരുത്, പണയപ്പെടുത്തരുത്. വളരെ ശ്രദ്ധിച്ചോളൂ. അപ്പം എന്താ പറയുന്നത്? സത്താണെങ്കിൽ അതിന് ഒരിക്കലും നാശമോ മാറ്റമോ ഉണ്ടാവില്ല. അപ്പം ഈ ലോകം സത്താണോ? അല്ല. എന്നാൽ പിന്നെ ഇതിനെ അസത്ത് എന്ന് പറയാൻ പാടുണ്ടോ? അസത്താണെങ്കിൽ ഒരിക്കലും അത് സ്ഫുരിക്കില്ല. എന്നാൽ ദേഹമുണ്ട്, ലോകവസ്തുക്കളുണ്ട് എന്ന് നാം കാണുന്നും അനുഭവിക്കുന്നുണ്ടല്ലോ ഉണർന്നിരിക്കുമ്പോൾ.
ആ ഉണർച്ചയാണ് ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. ഉണർച്ച എന്ന് പറയുന്നത് എവിടെയാ? നമ്മുടെ മനസ്സിന്, നമ്മുടെ ഉള്ളുണർവിന്. അതിനാണല്ലോ ഉണർച്ച, ഉറക്കം, സ്വപ്നം എന്ന് 3 അവസ്ഥകൾ. അപ്പൊ ഈ ലോകത്തിനെ ആനയിക്കുന്നത് എന്താ? കൊണ്ടുവരുന്നത് എന്താ? പ്രസ്ഫുരിപ്പിക്കുന്നത് എന്താ? നമ്മുടെ മനസ്സ്. ആ മനസ്സ് ഉണരുന്നു, ഉറങ്ങുന്നു, സ്വപ്നവും കാണുന്നു. ആ മനസ്സിന്റെ പ്രകടനമാണ് ഈ 3 അവസ്ഥകൾ. ഈ 3 അവസ്ഥകൾ അസത്താണ്. പക്ഷേ അതിനെ കാണിച്ചു തരുന്ന ആ ഉള്ളുണർവുണ്ടല്ലോ, അത് അസത്താ. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ. അപ്പൊ ഈ ദേഹത്തെ സത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇത് അസത്താണോ? അസത്വമല്ല. എന്താ? നമ്മൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത് എന്താ? നമ്മുടെ മനസ്സ്. അതാണ് കൃഷ്ണൻ പറയുന്നത്, ഈ ക്ഷേത വിഭ്രമമിതം മനസ്സോ വിലാസം. മനസ്സിന്റെ വിലാസമാണ് ഈ കാണുന്ന ലോകവും ദേഹവും എല്ലാം തന്നെ. മനസ്സാണ് അതിൽ സത്യം, ഉള്ളുണർവാണ് സത്യം, ബാക്കിയുള്ളതല്ല. ഈ വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാക്കിയോ? ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഹോ തത്വദർശിഭിഹി. തത്വദർശികളായിട്ടുള്ളവർ ആരാണ് ഈ തത്വദർശികൾ? കണ്ട വസ്തുക്കളെ ആധാരമാക്കി വിചാരഗതി രൂപപ്പെടുത്തി അതിൻ്റെ പിന്നാലെ ചെന്ന് ആ വിചാരഗതി എവിടെ നമ്മളെ കൊണ്ട് ചാടിക്കുമോ, എത്തിക്കുമോ, അവിടം വരെ പിന്തുടർന്നു പോകണം. ആരെങ്കിലും ഒരാൾക്ക് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ ഉണർന്നല്ലാതെ ഈ ലോകത്തെ കാണാൻ പറ്റില്ല. ആദ്യമായിട്ട് നിങ്ങൾ ഉണരണം. ഉണരുമ്പോൾ ആരാ ഉണരുന്നത്? നാമാണ് ഉണരുന്നത്. നമ്മുടെ ഉണർച്ച വെളിപ്പെടുത്തുന്നതാണ് ഈ ലോകം. എങ്ങനെ ഉണർച്ച വെളിപ്പെടുത്തുന്നുവോ അതേമാതിരി നമ്മുടെ ഉണർവ് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഈ വെളിപ്പെടുത്തൽ ഇല്ലാതെയുമാകുന്നു. അപ്പൊ ഇതിൻ്റെ ആവിർഭാവവും തിരോധാനവും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മുടെ മനസ്സ്, നമ്മുടെ ഉണർവിനെയും ഉറക്കത്തെയും. അപ്പൊ ഈ ലോകത്തിനാണോ കൂടുതൽ പാരമാർത്ഥികത, അതോ ഇതിനെ വെളിപ്പെടുത്തുന്ന മനസ്സിന്, ഉള്ളുണർവിനെ ആകൂ? ഇത് നല്ല പോലെ മനസ്സിലാക്കൂ. ഇതാണ് യുക്തിപൂർവം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ യുക്തിയെ നിങ്ങൾ ഗ്രഹിക്കാൻ കൂട്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കാനാ? കൃഷ്ണൻ സമ്മതിക്കോ? ഇല്ല. ഉദ്ധവൻ സ്വീകരിച്ചില്ലേ? ഉവ്വ്. അർജുനനോ? ഉടനടി സ്വീകരിച്ചു. ഉദ്ധവനാണെങ്കിലും വയസ്സായിട്ടാ സ്വീകരിച്ചത്. അർജുനനോ? പടക്കളത്തിൽ വെച്ചുകൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട്. ദ്വാരകാ രാജധാനിയിലല്ല, ആ സമയത്ത് വാടിക്കരിഞ്ഞ് കുഴഞ്ഞ് തൂങ്ങി രഥത്തടത്തിൽ ഇരുന്ന അർജുനൻ അമ്പും വില്ലുമായി എടിയിട്ടു. അതാണ് ഈ തത്വയുക്തിയുടെ പ്രഭാവം, അതിനുള്ള മഹിമ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഹോ തത്വദർശിഭിഃ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇതെന്തിനാ ഈ പറയുന്നത്? സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസം. സത്ത് ഒരു കാലത്തും ഇല്ലാതെയാവില്ല, അസത്തോ ഒരിക്കലും പ്രകടമാവൂല. അപ്പൊ സത്ത് മാത്രമേ ഉണ്ടാവൂ. ആ സത്ത് ഏതാപ്പോ? അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം. അർജുന, അതിനെ നീ അവിനാശിയായി മനസ്സിലാക്ക്. അവിനാശി എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, ഒരിക്കലും മാറ്റാത്തതോ ഇല്ലാതെയാവാത്തതോ. യേന സർവമിദം തതം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഏതാണോ വ്യാപിച്ചിരിക്കുന്നത്, ആ വ്യാപകമായിരിക്കുന്ന സത്താവിശേഷമാണ് സത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിന് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? ഈ ലോകം പഞ്ചഭൂതങ്ങളാണ്. അതേ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ തല മുതൽ കാലടി വരെ വ്യാപിച്ചിരിക്കുന്നത് എന്താ? ഉൾചേതന. ആ ചേതന എങ്ങനെ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ പഞ്ചഭൂതങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അതാണ് അവിനാശി. അതിനെയാണ് ഞാൻ എന്നുള്ള വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അഹം പ്രത്യയഗോചരഃ എന്ന്. ആത്മാവിനെ പറ്റി ഞാൻ എന്ന് പറയുന്ന പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. അതാണ് ആത്മാ. അതെവിടെയാ? നമ്മുടെ ഉള്ളിൽ. അപ്പം അതിനെ പിടിക്കാനോ സാക്ഷാത്കരിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ സംശയമോ ഉണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. നിങ്ങൾ അതിന് പരിശ്രമിക്കണില്ല. അതിന് വേണ്ട ശുദ്ധി നിങ്ങളുടെ മനസ്സിനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വിരോധമില്ല. സാധിക്കില്ല എന്ന് മാത്രം പറയരുതെന്ന് സമ്മതിക്കില്ല. സാധിക്കും. എന്താ സാധിക്കായ? ഇത് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം. ഏതാണോ ഈ കാണുന്നത് അത്രയും വ്യാപിച്ചിരിക്കുന്നത്, വിനാശമവ്യയസ്യാസ്യ, അതിനെ നശിപ്പിക്കാൻ, അതിന് നാശം വരുത്താൻ ന കശ്ചിത് കർത്തുമർഹതി,
ഒരൊറ്റ ആൾക്കും സാധിക്കില്ല, കഴിവില്ല. ശങ്കരാചാര്യർ എഴുതിയിരിക്കുക ഈശ്വര അബീന്ന്, ഈശ്വരൻ പോലും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല ഈ സത്തിനെ. കേൾക്കണുണ്ടോപ്പാ നിങ്ങള്? സാധിക്കില്ല. എവിടെ പോയി കാര്യങ്ങള്? അർജുനൻ ഇവിടെ പുലമ്പുന്നത് എന്താ? എൻ്റെ ശരമേറ്റ് എല്ലാവരും മരിക്കൂലോ, മരിക്കൂലോ. എവിടെ മരണം? ആർക്കാ മരണം? ഇനി അർജുനൻ യുദ്ധം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭീഷ്മരും ദ്രോണരും ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെ വന്നവരെല്ലാം എന്തിനാ വന്നിരിക്കുന്നത്? സ്വമേധയാ വ്യക്തീയമായ തീരുമാനത്തോടു കൂടി വന്നവരാ. എന്തിന്? പടപൊരുതാൻ. പൊരുതിയിട്ടോ ഒന്നിലോ എതിരാളികളെ കൊല്ലും, അല്ലെങ്കിൽ എതിരാളികളാൽ കൊല്ലപ്പെടും എന്ന് പറഞ്ഞ് ആരും ജയിക്കാതെ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നിലോ മരണം അല്ലെങ്കിൽ ജയം, ഇതാണ് അവരുടെ ആവശ്യം. അങ്ങനെ ഒറ്റയ്ക്കുള്ള തീരുമാനത്തിൽ വന്നിരിക്കുകയാണ്. അവരെക്കുറിച്ച് ഇവരെ ഞാൻ കൊല്ലൂലോ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. ആലോചിച്ച് നോക്കൂ. ഇനി ഇവിടെ മരണം എന്നൊന്നുണ്ടോ? ഇല്ല. ഒരിക്കലും ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇനി നശിക്കണത് എന്താ? ശരീരമാണ്. ആ ശരീരമോ ഒരസത്താണ്. ആ അസത്ത് എങ്ങനെയുണ്ടായി? ഇതാ യൈദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. ഉദ്ധവനോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. 11-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകമാണിത്. ശ്ലോക ഷട്കം എന്നൊന്ന് പറഞ്ഞില്ലേ, അതിൽപ്പെട്ടത്. യൈദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. ഇവിടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൾ കൊണ്ടോ കാതുകൊണ്ടോ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടോ എന്തെല്ലാം നാം ഗ്രഹിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ, ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വിവരിക്കുന്നുണ്ടോ? നശ്വരം ഒക്കെ നശിക്കുന്നതാണ്. ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. ശ്രവണാദിഭിഃ ഗൃഹ്യമാണം ച നശ്വരം വിദ്ധി. അതൊക്കെ നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കൂ ഉദ്ധവ. മായാമനോമയം. ഇതൊക്കെ മായാശക്തി കൊണ്ട് സത്ത് രചിക്കുന്നതാണ്. മനോമയമാണിത്. മനസ്സിനെ വിട്ട് ഈ ലോകത്തിനോ ദൃശ്യത്തിനോ ഒരു നിലനിൽപ്പുമില്ല. ഇല്ല, ഇല്ല. മനസ്സാണ് ഇത് മുഴുവനും. മായാമനോമയം, മനോമയം. നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കൂ. എത്ര ചിന്തകളാണ് അവിടെ വിരിയുന്നത്, എത്ര വികാരങ്ങളാണ് അവിടെ പൊട്ടി മേപ്പോട്ട് വരുന്നത്. ഇതിലെല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സാധനമുണ്ട്, അതാണ് നമ്മുടെ മനസ്സ്. സ്വപ്നത്തിലൊരു പ്രപഞ്ചം മുഴുവനും നാം കാണുന്നുണ്ട്. എണീക്കുമ്പോൾ ആ പ്രപഞ്ചം മുഴുവൻ അസ്തമിച്ചു. എവിടുന്നാ ഉയർന്നത്? മനസ്സിൽ നിന്ന്. എവിടെയാണ് അസ്തമിച്ചത്? മനസ്സിൽ. അപ്പം മനസ്സിൽ നിന്ന് ഉയർന്ന് മനസ്സിൽ അസ്തമിക്കുന്നതായ ആ വസ്തുക്കളെല്ലാം മനസ്സിനാൽ വ്യാപ്തമല്ലേ? അതെ. അതുപോലെ ഉള്ളിലുള്ള ചിന്തകളെല്ലാം തന്നെ ആ ഉള്ളിൽ നിന്ന്, ഉണർവിൽ നിന്ന് ഉദ്ഭവിച്ച് ഉണർവിൽ തന്നെ അസ്തമിക്കുന്നു. അതിലെല്ലാറ്റിലും തന്നെ നമ്മുടെ ഉള്ളുണർവ് വ്യാപകമാണ്. ഇതാണ് ഇതിൻ്റെ സത്യം. ആ വ്യാപിച്ചിരിക്കുന്നതോ സത്താണ്, അവിനാശിയാണ്. അത് നമ്മൾ അവിനാശിയാക്കിയിട്ട് വേണ്ട, നാശമില്ലാതെ അനശ്വരമാക്കിയിട്ട് വേണ്ട, സ്വതവേ അനശ്വരമാണ്. ഒരു വിളക്ക് കൊളുത്തി വെച്ചു, ആവശ്യം കഴിഞ്ഞപ്പോൾ കെടുത്തി. കെടുത്തി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അഗ്നിയുടെ പ്രകാശം തൽക്കാലം അവിടെ നിർത്തിവെച്ചു. അങ്ങനെ നമ്മൾ ആ പ്രകാശത്തിന് കെടുത്തിയപ്പോൾ അഗ്നി കെട്ടുവോ? അഗ്നി തന്നെ ഇല്ലാണ്ടായോ ലോകത്തിൽ? ഇല്ലല്ലോ. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി നഹന്യതേ. ഇതിൽ പലതും പറയാനുള്ള ഭഗവത്ഗീതയിൽ. ഞാൻ ഇതിന് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം പറയാം, അത്രയേ ഉള്ളൂ. എന്താ അർജുനന്റെ വിഷമം? എല്ലാവരും മരിക്കുമല്ലോ, കൊല്ലപ്പെടുമല്ലോ എൻ്റെ കൈകളിൽ, ഞാൻ ഹന്താവില്ലേ, എല്ലാവർക്കും ജീവിതം നഷ്ടപ്പെടില്ലേ എന്നാണ് പൊലമ്പിയത്. അതിന് പറയാണ് യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം. ആരാണോ അർജുന ഈ ഞാൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മാവിനെ, ആ ഉൾചേതനയെ ഹന്താവാണെന്ന് കണക്കാക്കുന്നത്, പറയുന്നത്? യശ്ചൈനം മന്യതേ ഹതം. ആരാണോ ഇതിനെ ഹതം, കൊല്ലപ്പെട്ടു, മരിച്ചു എന്നിങ്ങനെ പറയുന്നത്? ഉഭൗ തൗ, അവർ രണ്ടുപേരും. ന വിജാനീതോ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. നായം ഹന്തി നഹന്യതേ, ഈ ഉൾചേതന ആത്മാവ് ഞാൻ ഒരിക്കലും കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. ഇതാണ് സത്യം. ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നതാണിത്. ഇത് അർജുനനോട് പടക്കളത്തിൽ വെച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആര് മരിക്കുന്നുവോ,
ചെറുപ്പമോ വലുപ്പമോ ആവട്ടെ, ആരോഗ്യത്തോടെയോ അനാരോഗ്യത്തോടെയോ മനസ്സിലാക്കിക്കോളൂ, ഒരു വീട്ടിലും ഒരാളും മരിക്കുന്നില്ല, അവർ ജീവിക്കുന്നു. ശരീരം ഉപയോഗശൂന്യമാവുമ്പോൾ ആ ഉപയോഗശൂന്യമായ ശരീരത്തെ നാം സംസ്കരിക്കുന്നു. ജീവിച്ച ആ ജീവൻ ഒരിക്കലും മരണമടയുന്നില്ല. അത് അമരമാണ്, അമർത്യമാണ്, അനശ്വരമാണ്. നിങ്ങൾ ആരും അങ്ങനെ ആക്കിയിട്ട് വേണ്ട. ഇന്നലെ എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു. സ്വാമിജി, എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? ഈ കർക്കിടക മാസത്തിലും മറ്റും ബലിയിടാറുണ്ടല്ലോ. ആർക്കാ? പിതൃക്കൾക്ക്. അപ്പം നമ്മൾ ആർക്ക് വേണ്ടി പിതൃക്കളൊക്കെ ബലിയിടുന്നുവോ അവർ രണ്ടാമത് ജനിച്ചോ എന്നുള്ളത് ഇപ്പം എങ്ങനെയാ അറിയുക? അവർക്ക് നാം ഇടുന്ന ബലി വല്ലതും കിട്ടുമോ? നല്ല കാര്യമാണോ ചോദിക്കുന്നത്? ഈ ചോദ്യം ആരുടെ മനസ്സിൽ പൊന്തി വരുന്നുവോ ആ ആൾക്ക് ബലിയെപ്പറ്റി പുതിയൊരു വീക്ഷണം ഉണ്ടാവണം. ഇപ്പം സാധാരണ ബലിയിടുന്നത് അച്ഛൻ, മുത്തച്ഛൻ്റെ അച്ഛൻ, അമ്മ, മുത്തശ്ശിയുടെ അമ്മ, ഇങ്ങനെ 3 പേർക്ക് പറഞ്ഞിട്ടാണ് ബലിയിടുക ശാസ്ത്രപ്രകാരം. അങ്ങനെ ബലിയിടുമ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു 60 വയസ്സായി നോക്കിയാൽ നിങ്ങളുടെ അമ്മ, മുത്തശ്ശിയുടെ അമ്മ എത്ര കൊല്ലം കഴിഞ്ഞു? അപ്പോൾ ഒരു പക്ഷേ അവർ രണ്ടാമത് ജനിച്ചിട്ടുണ്ടെങ്കിലോ ആർക്കാ പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഒരു സങ്കല്പം മരിച്ചു പോയവരെ സ്മരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞ് ബലിയിടുന്നതൊഴികെ ഈ ബലി അവർക്ക് കിട്ടണം എന്നുള്ള വിചാരം നിങ്ങൾക്ക് വരരുത്. നിങ്ങളിടുന്നത് ചോറോ കാര്യങ്ങളോ ഒക്കെയാണ്. അത് അവർ വന്ന് തിന്നില്ലല്ലോ. ശരീരമുള്ളപ്പോഴല്ലേ ഭക്ഷണം വേണ്ടൂ, ശരീരമില്ലാത്തപ്പോൾ ഭക്ഷണം വേണോ? പിന്നെ എന്തിനാ ഈ ബലി? അതോ മരിച്ചു പോയവര് പൂർവ്വതലമുറയിൽ നിന്നാണ് പിൻതലമുറ ഉണ്ടാവുന്നത്. അപ്പൊ പൂർവ്വതലമുറയോടൊരു കടപ്പാടും കൂറുമില്ലാത്തൊരു പിൻതലമുറക്കാര് വലിയ ഒരു അഭാവം, ഒരു തകരാറുള്ളവരാ അവര്. നമുക്ക് കൃതജ്ഞത എല്ലാവരോടും രേഖപ്പെടുത്തണം. പഞ്ചഭൂതങ്ങളോട് കൃതജ്ഞത, പഠിപ്പിച്ച അധ്യാപകന്മാരോട്, അച്ഛനമ്മമാരോട്, അയൽവക്കക്കാരോട്, ഈ ലോകത്തിലുള്ള സസ്യലതാദികൾ, നമുക്ക് ജീവവായു തരുന്ന എത്രയോ ചെടികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. അവയോട് കൂറും കടപ്പാടും വേണ്ടേ? നല്ലവരുടെ ലക്ഷണം എന്താ? ചെറിയൊരു ഉപകാരം ചെയ്താൽ പോലും മരണപര്യന്തം നമ്മുടെ കൽപ്പകവൃക്ഷം എന്ന് പറയുന്ന തെങ്ങുണ്ടല്ലോ, ആ തെങ്ങിനെ പോലെ ഓർമ്മ വയ്ക്കണം എന്നാ. ആദ്യകാലം 3 മാസം കുറച്ച് വെള്ളം തന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ ഉടമസ്ഥന് ആജീവനാന്തം ദദ്യുരാജീവനാന്തം സലിലം അമൃതകൽപ്പം എന്നാ ഭർത്തൃഹരി പറയുന്നത്. അമൃത തുല്യമായിരിക്കുന്ന വെള്ളം ജീവൻ ഉള്ളിടത്തോളം കാലം ആ ഉടമസ്ഥന് കൊടുക്കണു തെങ്ങ്. അതുപോലെയുള്ള ഉപകാര സ്മരണ നമുക്ക് വേണം. നമ്മൾ ആരും ഒറ്റയ്ക്ക് ജനിച്ചു വളർന്നവരല്ല, അച്ഛനമ്മമാരിൽ നിന്ന് ജനിച്ചവരാ. അവർ കഷ്ടപ്പെട്ടു വളർത്തിയിട്ടുള്ളതാണ്. അപ്പം അവരോടൊരു കടപ്പാട്, അവരുടെ അച്ഛനമ്മമാരോട് നമുക്ക് അനവധി നീണ്ടുപോകുന്ന പിൻതലമുറയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ നടത്തുന്ന ബലിയാണ്. ആ ബലി സാധനങ്ങൾ ആരാ തിന്നണത്? കാക്കയാണ് തിന്നണത്. എന്താ അതിന് വിരോധം? അല്ലെങ്കിൽ നിങ്ങൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കില്ലല്ലോ. തമിഴിലൊരു വാക്കുണ്ട്, ആടിക്കാക്ക താടിയെ പിടുങ്ങുന്നത്. കർക്കിടക മാസത്തിൽ ഒന്നും തിന്നാൻ കിട്ടില്ല പേമാരി ഉള്ളപ്പോൾ. അതുകൊണ്ട് അവർ നമ്മുടെ താടി പോലും പിടിങ്ങി അങ്ങോട്ട് കൊണ്ടുപോകത്രേ, എടുത്തു കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊക്കെ എന്താ? യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്ന 3 നിഷ്ഠകളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാമിജി ഇതൊക്കെ പറയുമ്പോൾ ബലി ഇടണമെന്നോ ഇടണ്ടെന്നോ പറയണേ? ഞാനൊന്നും പറയണില്ല. ബലിയിടുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയാൽ ആ ബലി എന്തിനാണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ വിചാരിക്കണത് നമ്മൾ കൊടുക്കുന്ന ചോറ് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും വന്ന് കാക്കയുടെ രൂപത്തിലോ മറിച്ചോ തിന്നുകയാണെന്നൊക്കെയാണ്. ഇതൊരു തരത്തിലുള്ള ഒരു പൂശി സംസാരിക്കുക. സത്യത്തിൽ എന്താ? പൂർവ്വതലമുറയോട് നമുക്ക് കടപ്പാടുണ്ടാവണം. എപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയോ അപ്പോൾ നിങ്ങളുടെ ജീവിത നിഷ്ഠ കംപ്ലീറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ഈ സാധനങ്ങൾ വേണം, അവിടെ വേണത് അതും കൂടി ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ മനുഷ്യർ വെറും എന്താ പറയുക, മൂഢന്മാരും വളരെ അപകടകാരികളുമാവും. അപ്പം അത് വേണം. പക്ഷെ ആലോചന ഇതാണ്, യേനം വേത്തിഹന്താരം യശൈനം മന്യദേഹതം. ആരാണോ ഈ ജീവനെയോ ആത്മാവിനെയോ ഹന്താവാണെന്ന് പരിഗണിക്കുന്നത്, യശ്ചൈനം മന്യദേഹതം, ഇത് കൊല്ലപ്പെട്ടു മരിച്ചു എന്ന് വിചാരിക്കുന്നുവോ, അവർ 2 പേർക്കും സത്യമറിയില്ല. നായം ഹന്തി നഹന്യതേ, ഇത് കൊല്ലുന്നുമില്ല, ചാവുന്നുമില്ല. ഇതാണ് പരമാർത്ഥം. കൃഷ്ണ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 സംവാദങ്ങളാണ്. ഒന്ന്, കൃഷ്ണനും അർജുനനും മധ്യവയസ്കരായിരുന്നിരിക്കണം. അഭൂതപൂർവമായ മഹാഭാരത യുദ്ധം കുരുക്ഷേത്രത്തിൽ നടക്കാനിരിക്കവേ 12-ാം മണിക്കൂറിന് അര മിനിറ്റ് മുമ്പിലാണ് അർജുനൻ എനിക്കെല്ലാം ഒന്ന് പരിശോധിക്കണം എന്ന് കൃഷ്ണനോട് ആവശ്യപ്പെട്ടതും തേര് തെളിച്ച് കൊണ്ടുപോകാൻ ആജ്ഞാപിച്ചതും.
ആ സന്ദിഗ്ധമായിരിക്കുന്ന അവസരം, ആ മുഹൂർത്തം നിങ്ങളെല്ലാവരും നല്ലപോലെ മനസ്സിൽ കാണണം. അവിടെ ചെന്നപ്പോഴാണ് അർജുനന്റെ താളം തെറ്റിയത്. ആ അർജുനനെ പെട്ടെന്ന് തൻ്റെ വിഷമവും സംശയവും എല്ലാം തീർത്ത് 18 ദിവസം നീണ്ടുനിന്ന യുദ്ധം ചെയ്യാൻ ഉദ്യുക്തനാക്കണം, തയ്യാറാക്കണം. അതിനാണ് ഉപദേശം നൽകിയത്. അതിൽ കൃഷ്ണന്റെ തന്നെ ഭാഷ എന്താ? യുക്ത്യാമേ പ്രതിബോധിത എന്നാണ്. ഈ ഒരു വാക്യമുണ്ടല്ലോ, അത് എനിക്ക് എത്ര ആവർത്തിച്ചാലും തൃപ്തി വരില്ല. തത്വവിചാരത്തിലൂടെ യുക്തിസഹമായി കാര്യകാരണങ്ങളെ നിരത്തി വെച്ചുകൊണ്ട് അർജുനന്റെ ബുദ്ധിയെ ഞാൻ ഉദ്ബുദ്ധമാക്കി. ആ ബുദ്ധി ഉദ്ബുദ്ധമായി പ്രബുദ്ധമായി എന്ന് വന്നപ്പോൾ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറി, സംശയങ്ങളൊക്കെ തീർന്ന് പറ്റില്ല കൂട്ടാക്കില്ല എന്ന് പറഞ്ഞ യുദ്ധം വളരെ ഊർജ്ജസ്വലതയോടുകൂടി അർജുനൻ ചെയ്തു. ഇതാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? തത്വോപദേശത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്, അതിന് എത്രമാത്രം ഫലമുണ്ട്. ആ തത്വോപദേശം യുക്തിസഹമായി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിനും ബുദ്ധിക്കും ഒരുപോലെ അപ്പീൽ ചെയ്യുന്നത്, രണ്ടിനെയും ആവേശം കൊള്ളിക്കുന്നത്, രണ്ടും അത് അവലംബിക്കാൻ തയ്യാറാകുന്നത് എങ്ങനെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും. അത്ര വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് അത് കുരുക്ഷേത്രത്തിലെ ഉപദേശം. ഇപ്പോൾ ഉദ്ധവനോ വളരെ പ്രായം കൂടി, ഇനി അധിക കാലമൊന്നും സമയമില്ല, ദ്വാരക വിട്ടു പോവുകയാണ്. അതിനാണ് കൃഷ്ണൻ നിർദ്ദേശിച്ചത്. അങ്ങനെ വയസ്സായ സമയത്ത് സമാധാനാന്തരീക്ഷത്തിൽ നടക്കുന്നതാണ് ഈ ഉദ്ധവോപദേശം. എന്നാൽ ഉദ്ധവൻ ഉള്ളതുപോലെ തന്നെ ഭക്തി അർജുനനുമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കണം. എന്താ കാരണം? ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം എന്ന് അർജുനൻ പടക്കളത്തിൽ വെച്ച് പറഞ്ഞു. ഇവിടെ ഉദ്ധവൻ പ്രണമിക്കുന്നത് ആ ഒരു അന്തരീക്ഷത്തിൽ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത്ര വലിയ സമ്മർദ്ദം ബാഹ്യമായിട്ടില്ല, മനസ്സിലുള്ള വിഷമേ ഉള്ളൂ. എന്നാൽ രണ്ടും ഒരുപോലെയാണ്. അപ്പം അത് സമാനമായിരിക്കുന്ന ഉപദേശങ്ങളാണ്. എങ്ങനെയാണ് കൃഷ്ണൻ യുക്തി ഉപദേശിച്ചത്? അങ്ങേയറ്റം അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മതത്വം എങ്ങനെ വളരെ പ്രസക്തമായി അദ്ദേഹം ഉപദേശിച്ചു. അശോച്യാൻ അന്വശോച എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ചാണ് അർജുന നീ ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ദുഃഖിക്കുന്നതിലുള്ള അയുക്തി മനസ്സിലായല്ലോ. അർജുനൻ സമ്മതിച്ചു. ഇതുപോലെ നിങ്ങളെല്ലാവരും എന്തു വേണം? യുക്തിസഹമായി വേണം ചിന്തിക്കാൻ. നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകാം, ഉണ്ട്. ഭഗവാനോട് വലിയ ഒരു പ്രതിബദ്ധതയും ഒരു ആഭിമുഖ്യവും നിങ്ങളുടെ മനസ്സിൽ കാണും, സമ്മതിച്ചു. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളോ ദുരിതങ്ങളോ തീരാൻ പോകുന്നില്ല. അർജുനൻ എന്തു പറഞ്ഞു? ഐഹികമായിരിക്കുന്ന ഐശ്വര്യം സമ്പദ് സമൃദ്ധി എനിക്ക് വേണ്ട, പാരത്രികമായി സ്വർഗത്തിൽ കിട്ടും എന്ന് പറയുന്ന സുഖവും അതും എനിക്ക് വേണ്ട. എൻ്റെ ശരീരത്തിനെ നീറ്റിക്കൊണ്ടു നിൽക്കുന്നതായ ദുഃഖം നീങ്ങാനുള്ള വല്ല വഴിയും ഉണ്ടെങ്കിൽ പറയൂ എന്നാ പറഞ്ഞത്. എന്താ കൃഷ്ണൻ ചെയ്യുക? ഉപദേശിക്കും, വായ കൊണ്ട് പറയും, അർജുനൻ ചെവി കൊണ്ട് കേൾക്കും. മനസ്സാണ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, ഉള്ളടങ്ങുന്നത്. ആ മനസ്സിലുള്ള ദുഃഖം മാറും. ഇതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. എന്ത് ദുഃഖം നിങ്ങൾ അനുഭവിക്കുമ്പോഴും, എത്ര തന്നെ സംശയം നിങ്ങളെ പിടിപെട്ടാലും, ഇതിനെല്ലാറ്റിനുമുള്ള ഒരു പരിഹാരം തത്വോപദേശത്തിലുണ്ട് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ തത്വോപദേശം എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്? മറ്റൊരിടത്തല്ല, നമ്മുടെ വ്യക്തിത്വത്തിൽ ഇന്ദ്രിയ തലം അല്ലെങ്കിൽ ഐന്ദ്രിയ തലം എന്നൊരു തലമുണ്ട്. അതാണ് ശരീരം. അത് കഴിഞ്ഞാൽ വാചിക തലം എന്നുണ്ട്, അതും ശരീരത്തിൽ തന്നെയാണ്. നാവ് വായയുടെ ഉള്ളിലാണ്. ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ തൊലിക്ക് പുറമെയാണ്, കണ്ണായാലും ചെവിയായാലും ഒക്കെ. ആ നാവ് ഇങ്ങനെ കിടന്ന് അനങ്ങിയിട്ടാണ് ശബ്ദം പുറത്തു വരുന്നത്. അത് വാചിക തലം. ഇത് രണ്ടും കഴിഞ്ഞാൽ ബാഹ്യം മുഴുവനായി. ഉള്ളിലൊരു മനസ്ഥലമുണ്ട്, ഒരു ബുദ്ധിതലമുണ്ട്. ഈ 4 എണ്ണത്തിനെയും നിങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിച്ച് ഈ യുക്തി, തത്വം, ശ്രവണം, തത്വകഥനം എന്നൊക്കെ പറയുന്നത് ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും വിനിയോഗിക്കുക. ഇതാണ് തത്വശ്രവണത്തിൽ നടക്കുന്നത്. എത്ര ദുഃഖിതമായിരുന്നു അർജുനന്റെ മനസ്സ് എന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണന്റെ തത്വയുക്തി നിർഭരമായിരിക്കുന്ന കഥനം പ്രതിപാദനം അങ്ങോട്ട് കേട്ടപ്പോൾ ആ കേട്ടതോടുകൂടി മനസ്സ് ശാന്തമായി, ബുദ്ധി കൂടുതൽ അറിയണം എന്ന് മനസ്സിലാക്കി. ജ്ഞാതികളെയാണല്ലോ ഞാൻ കൊല്ലാൻ പോകുന്നത്, ഇത് വലിയ പാപമാണ് എന്ന് വിചാരിച്ചത്. അങ്ങനെയൊന്നുമല്ല. ഞാനിവിടെ വന്നതും ഇക്കണ്ട ജനങ്ങൾ സന്നിഹിതരായിരിക്കുന്നതും എൻ്റെ ആവശ്യം കൊണ്ടോ ക്ഷണം കൊണ്ടോ എന്നോടുള്ള ശത്രുത കൊണ്ടോ മാത്രം വന്നതല്ല. എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് അവരവരുടെ പ്രകൃതികളാണ്. പ്രകൃതികൾ ഓരോരുത്തരിലും ഓരോ തരത്തിലാണ്. ഭിന്നരുചിക്കാരാണ് ലോകം എപ്പോഴും. ആ ഭിന്നരുചിക്ക് വിധേയമായി ഇവിടെ വന്നുകൂടിയിട്ടുള്ളവരാണ്. ആ പ്രകൃതി എന്ന് പറയുന്നത് വിശ്വത്തെ മുഴുവനും തിരിക്കുന്ന ഒരു ചക്രമാണ്. ആ ചക്രത്തിൽപ്പെട്ട ചെറിയ ഒരു ചിറ്റാണിയാണ് എന്ന് എന്നെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കിതിൽ അഹങ്കാരമോ മമതയോ ആവശ്യമില്ല.
എൻ്റെ ശരമേറ്റ അനവധി പേർ ഇവിടെ വീഴുന്നുണ്ടാവും. ആ വീഴുന്നുണ്ടെങ്കിലും ബാഹ്യദൃഷ്ടിയാ ശരം പോയി തറച്ചു വീണു എന്നൊക്കെ ഉണ്ടെങ്കിലും അതിൽ കർത്തൃത്വം എനിക്കില്ല, അതിൽ ഭോക്തൃത്വവും എനിക്ക് വരാൻ പോകുന്നില്ല എന്നിങ്ങനെ മുക്തമായി അർജുനന്റെ മനസ്സ്. ഇതാണ് തത്വയുക്തിയുടെ കഴിവ്. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. യുക്തി ഉപയോഗിക്കാതെയാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ അർജുനൻ തട്ടിക്കളഞ്ഞിട്ടുണ്ടാവും. അശോച്യാൻ അന്വശോച, കരയാൻ പാടില്ലാത്തവരെ കുറിച്ചാണ്, ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മരുടെയും ദ്രോണരുടെയും മുഖത്ത് നോക്കിയ അർജുനൻ, അവരുടെ മുഖത്തിൽ ഒരു ദുഃഖവുമില്ല. എന്നാൽ അവരെ നോക്കി പുലമ്പുന്ന എനിക്കോ അർജുനനോ ധാരാളം ദുഃഖമുണ്ട്. എൻ്റെ ദുഃഖം എന്നെ ചൊല്ലിയാണെങ്കിൽ ശരി, ഭീഷ്മദ്രോണാദികളെ ചൊല്ലിയാണല്ലോ അത് ശരിയല്ല എന്നുള്ള പൊരുത്തക്കേട് മനസ്സിലായി.